മാനൂർ എന്ന ക്യാരക്ടർ ബേസിലേക്ക് വരുന്നു. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് സ്പോയിലർ ഇല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം, അതായത് അന്ന് പ്ലാൻ ചെയ്തിരുന്ന എന്തെങ്കിലും മാറ്റം വരുത്തി എന്താണെന്ന് പറയാൻ പറ്റും? സ്പോയിലർ ഇല്ലാത്ത രീതി. അല്ല, അതാ പറയാം, ഡാർക്ക് ഹ്യൂമറിൻ്റെ ഒരു എലമെൻറ്റിന് വേണ്ടി ക്യാരക്ടർ ആദ്യത്തെ ഡ്രാഫ്റ്റിൽ ഇത്രയും വൾണറബിൾ ആയിരുന്നില്ല. അപ്പം പുള്ളി ഒരു പെർഫെക്റ്റ് ക്രൈം ചെയ്യുന്ന ആളാണ്. നമ്മൾ അവരെ ഇത് ചെയ്തിരുന്നത് അവരുടെ സൂക്ഷ്മമായി ക്രൈം ചെയ്യുന്ന ഒരു ടീമിനെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം വൾണറബിൾ ആവാനുള്ള സ്പേസുകൾ വളരെ കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഡാർക്ക് ഹ്യൂമർ എലമെൻറ്റ് കയറണമെങ്കിൽ വൾണറബിലിറ്റി കൂടണം. അപ്പം ബേസിൽ ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് വൾണറബിലിറ്റി കൂടണം. ഈ അപ്പോൾ എൻ്റെ അടുത്ത് അവൻ എക്സാമ്പിൾ പറഞ്ഞത് സൈക്കോ, അല്ല ഹിച്ച്കോക്ക് തന്നെയാണ് എൻ്റെ അടുത്ത് എക്സാമ്പിൾ പറഞ്ഞത്. അത് നമുക്ക് സൈക്കോ എടുക്കുവാണെങ്കിലും വൾണറബിലിറ്റി ഉണ്ട്, നമുക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയാൽ നല്ലത്, അങ്ങനത്തെ സീനുകൾ നമുക്ക് അങ്ങനെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തത് നല്ലതല്ലേ, നല്ല രീതിയിൽ ഞങ്ങൾ ഒരുപാട് ചർച്ച ചെയ്തു. ഞാൻ നോക്കുമ്പോൾ ശരിയാണ്, ഡാർക്ക് ഹ്യൂമർ എലമെൻ്റ് അത് കിട്ടണമെങ്കിൽ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. അപ്പോൾ അങ്ങനെ അതൊരു കളക്റ്റീവായിട്ടാണ് നമ്മൾ എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ട് ആക്ച്വലി. അപ്പോൾ ഇവൻ സമീർക്കാണെങ്കിലും എല്ലാവരും ഇൻപുട്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി ഇതിൻ്റെ അകത്തേക്ക്. അപ്പോൾ ആ സ്ക്രീൻ പ്ലേയുടെ നിങ്ങൾ ഇന്ന് സ്ക്രീൻ പ്ലേ നല്ലതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പല അതാണ് ടീം എഫേർട്ടിന്റെ ആണ്, കളക്റ്റീവ് ആയിട്ടുള്ള ഒരു. പിന്നെ സിനിമയിലെ ഏറ്റവും ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണ് സിദ്ധാർത്ഥ് ഭരതന്റെ ക്യാരക്ടർ. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിരുന്നു ആ സിനിമ. അപ്പൊ എങ്ങനെയാണ് സിദ്ധാർത്ഥ് ഭരതനിലോട്ട് അല്ല അതും ഇങ്ങനെ തന്നെ ആക്ച്വലി നമ്മൾ ഒരിക്കലും ആദ്യം ചിന്തിച്ചിട്ടില്ല പുള്ളിനൊന്നും. കാരണം ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ വൾണറബിൾ ആയിരുന്നില്ല അവരുടെ. ആക്ച്വലി ഞാൻ ബ്രഹ്മയുഗം ഞാൻ കണ്ടു കഴിഞ്ഞ് വന്നിട്ട് സമീർക്കരുടെ അടുത്ത് ഞാനിങ്ങനെ ചോദിച്ചു സിദ്ധാർത്ഥേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളി കുറേ നേരം ആലോചിച്ചു. അപ്പോൾ നമ്മൾ പലരെയും പറയുമ്പോഴും ആർക്കും ഒരാൾക്ക് വർക്കാവില്ല, വേറൊരാൾക്ക് വർക്കാവുന്നൊക്കെ ഉള്ളൊരു സീനായിരുന്നു. അപ്പോൾ സിദ്ധാർത്ഥേട്ടനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവർക്കും ഒരേപോലെ അതിനെ കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് നമ്മളതിനെ ഈ പറയുന്ന വൾണറബിൾ ആണെന്നുള്ള ഒരു പെർസ്പെക്റ്റീവിൽ അതിനെ കാണാൻ തുടങ്ങിയപ്പം അത് വർക്കായി ആ ഒരു പരിപാടി. എന്നാൽ അദ്ദേഹത്തിന്റെ ഈ ഒരു ഇങ്ങനത്തെ കോമഡിയും കാര്യങ്ങൾ ടൈമിങ്ങിന് എങ്ങനെയാണ് ജിതിന് എങ്ങനെ മനസ്സിൽ വന്നത്? ഓക്കെ ആയിരിക്കും. പ്രമേയം കുറച്ച് ആ ക്യാരക്ടർ വളരെ സീരിയസ് ആണ്. ഞാൻ സ്പോയിലർ ആവുന്നതുകൊണ്ടാണ് ഞാനത് പറയാത്ത. ആക്ച്വലി കുറച്ച് പരിപാടികൾ പറയണത് സ്പോയിലർ ആവും, അതാണ് എൻ്റെ ഒരു പരിപാടി. ആക്ച്വലി നമ്മൾ എഴുത്തിൽ തന്നെ മാറി ഒന്ന് ചിന്തിച്ചിരുന്നു. ആക്ച്വലി അത് പറഞ്ഞ സ്പോയിലറോ അതാണ് ഞാൻ, അതുകൊണ്ട് എനിക്ക് അതിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. അത് കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ പറയാം. അത് ഈ സിനിമയിൽ ഇപ്പോൾ ഒരു വിഡോ ഉണ്ട്, അതുപോലെ ഒരു പെൺകുട്ടിയുണ്ട്, ഒരു ജെൻസി ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്, പിന്നെ ഒരു മാരീഡ് ആയിട്ടൊരു വുമണുണ്ട്. അവർ ഇന്റർ റിലീജിയൻ, അത് ഇവരുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട് ഈ പ്രിയയുടെ ഇൻവെസ്റ്റിഗേഷനും. അല്ല, ഉറപ്പായിട്ടും അങ്ങനെ ക്യാരക്ടറൈസേഷൻ കൊണ്ടുവന്ന നമ്മൾ ആക്ച്വലി എല്ലാ സ്ത്രീകളും ഒരുപോലെ ആവരുത്, എല്ലാവർക്കും ഒരു ക്യാരക്ടർ ഡെഫിനിഷൻ ഉണ്ടാവണം. എല്ലാ കാലഘട്ടത്തിനെയും നിൽക്കുന്ന എല്ലാ ജനറേഷനെയും റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഉണ്ടാവണം. ചിലരിൽ മാത്രമേ ഈ ഒബ്സർവേഷൻ സ്കിൽ ഉണ്ടാവുള്ളൂ എന്ന് കാണിക്കുന്നുണ്ടാവുള്ളൂ. ലൈക്ക് വേറെ ക്യാരക്ടറിലൊന്നും ഉണ്ടല്ലോ, എല്ലാവരിലും നിങ്ങൾ ഇനി അമ്മയുടെ പെർസ്പെക്റ്റീവിലൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ ഏത് പെർസ്പെക്റ്റീവിൽ ആലോചിച്ചാലും ഉണ്ട്. അത് മറ്റേ ആക്ച്വലി ഉണ്ട് ആക്ച്വലി സ്ത്രീകളെല്ലാവരും ഇന്റലിജന്റ് ആയിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്.